ഇന്നലെ ഇന്നലെ ഒരു ചേട്ടനോട് എന്നോട് ചോദിച്ച്, പിന്നെ നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലല്ലേ എടീന്ന് ചോദിച്ചു. ചേട്ടാ, എനിക്ക് ദൈവം 2 കണ്ണ് തന്നു, മൂക്ക് തന്നു, പല്ല് തന്നു, ചുണ്ട് തന്നു, കൈ തന്നു, കാല് തന്നു, ബോഡി തന്നു, എല്ലാം തന്നു കേട്ടോ. പിന്നെ ഞാൻ സ്ട്രെയിറ്റും ആണ് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ അഹങ്കരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ അഹങ്കാരവും എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ആവറേജ് സ്റ്റുഡൻ്റാണ് കേട്ടോ. ഭയങ്കര ഹൈ ലെവൽ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ഇതൊക്കെ മേലെ ഞാൻ അഹങ്കരിച്ചതിന്, അതുകൊണ്ട് എനിക്ക് ആവറേജ് ആയിപ്പോയത്. പിന്നെ ആരോഗ്യം അത് മാത്രം അറിയില്ല കേട്ടോ. ഇന്നാണോ നാളെയാണോ എന്നെ അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ല. പക്ഷേങ്കിൽ അതിനെനിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല കേട്ടോ. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ല. ചേട്ടൻ കട്ടക്കിരുന്ന് പ്രാർത്ഥിക്കുക, അഹങ്കാരി ദൈവമേ പണ്ടാരക്കാലത്തി അങ്ങോട്ട് കൊണ്ടുപോകണേന്ന്. പിന്നെ എന്തായിരുന്നു കമൻറ്റ്? വൃത്തിയോട് പറയുന്ന കുറേ ചെക്കന്മാർ വരും. പിന്നെ രണ്ടാമത്താണ് ഇനി കുറേ വൃത്തിയോട് പറയുന്ന കുറേ ചെക്കന്മാർ വരും. എടാ, നീയൊക്കെ രാത്രി കിടന്ന് ഉറങ്ങുമ്പം നിൻ്റെയൊക്കെ മണിക്ക് ദൈവമേ നല്ല ഉറുമ്പ് കടിക്കണേ, എന്താ സുഖം, ചൊറിഞ്ഞ് ഭണ്ടാരടങ്ങണം. പിന്നെ ഇന്നലെ വന്ന് എന്നെ എന്താണ് അമ്മയെന്ന് വിളിക്കുന്നവരും സാരില്ലട വിളിച്ചോടെ. സ്വന്തം അമ്മേനെ അവന്മാർ അമ്മയെന്നായിരിക്കില്ല വിളിക്കുന്നത്, എടീ എന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷെ ഭയങ്കര റെസ്പെക്റ്റാണ് എന്നെ കാണുമ്പോൾ. അപ്പോൾ എന്നെ അമ്മയെന്ന് വിളിക്കുന്നവരോട് 1000 താങ്ക്സ്. വിളിച്ചോട്ടാ. ചെക്കന്മാർ വന്നിട്ട് പിന്നെ ഡീ തള്ളേ എന്ന് വിളിക്കും. വിളിച്ചോട്ടാ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തള്ളേന്നൊക്കെ വിളിക്കുമല്ലോ. ചിലപ്പോൾ അവർ ചില നാട്ടിൽ, തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ് അമ്മേനെ വിളിക്കുന്ന അങ്ങനെ കണ്ടാണ് അല്ലേ. വയസ്സായവരെ ഒക്കെ വിളിക്കലുണ്ട് അങ്ങനെ. ഒരു പെണ്ണിനെ വിളിക്കുന്നത്, അല്ലാണ്ട് തന്ത എന്ന് വിളിച്ചില്ലല്ലോ. അതും സാരമില്ലടോ, വിളിച്ചോ. പിന്നെ എന്താണ്, ഇങ്ങനെയും വിളിക്കലുണ്ട്. പിന്നെ ചിലർ വന്നിട്ട് ഭയങ്കരമായ തെറികൾ. ചിലർ മൈന്യൂട്ടായിട്ടേ ഉള്ളൂ. ഡെയിലി ലൈവിൽ ഒരു 10 പേരെ ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കും. ചേട്ടാ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം ചേട്ടാ, കുറച്ചെങ്കിലും. ഞാൻ നിങ്ങളെ ആരെങ്കിലും തെറി വിളിക്കുന്നുണ്ടോ? അപ്പോൾ ഒട്ടും ഉളുപ്പില്ലാത്ത ചേട്ടന്മാരാണ് വന്നിരുന്നത് തെറി വിളിക്കുന്നത്. നാണവുമില്ല മാനവും ഇല്ലാത്ത കുറേ ചേട്ടന്മാർ തെറി വിളിക്കും. കുറേയില്ല, ഓരോ ലൈവിൽ 10 ഉണ്ടാവും. കള്ളും കുടിച്ച് കഞ്ചാവ് ഒടിച്ച് എന്താന്ന് പോലും അറിയില്ല. ഏതോ ഒരു പെണ്ണ് അതാ ടൈപ്പ് ചെയ്ത് വിട്ട് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യലായിരിക്കാം. എങ്ങനെ അത്രയെങ്കിലും മലയാളം പഠിച്ചല്ലോ എന്നാണ് ചേട്ടൻ. അതുകൊണ്ട് അത്രയെങ്കിലും മലയാളം പഠിച്ചല്ലോ, തെറിയെങ്കിലും പഠിച്ചല്ലോ ചേട്ടൻ. നല്ല ഭാവിയുണ്ട്. അയ്യോ. പിന്നെ കുറേ ടീമുണ്ട് കാണിച്ചു തരുമെന്ന് 2 വാക്ക്. ചേട്ടാ അതും ഞാൻ ചോദിച്ചില്ല. നമുക്കെല്ലാവർക്കും ഉണ്ട് ചേട്ടാ. ചേട്ടനുണ്ട്, നമുക്കുണ്ട്. പിന്നെ എന്തിനാ ചേട്ടാ ഞാൻ ചോദിക്കുന്നില്ലല്ലോ. ചേട്ടാ കാണിച്ചതെന്ന് പറയും. ഞാൻ ചോദിച്ചില്ലല്ലോ ചേട്ടാ. ഉളുപ്പ് വേണം ചേട്ടാ, ഉളുപ്പ്. ഞാൻ ചോദിച്ചില്ല, നമ്മുടെ ചെക്കന്മാരും ചോദിക്കില്ല. ഉളുപ്പുള്ളവർ ആരും ചോദിക്കില്ല. ഉളുപ്പില്ലാത്ത കുറച്ച് ഞരമ്പന്മാരുണ്ട്, അവരേ ചോദിക്കുള്ളൂ. ചേട്ടന് ഉളുപ്പില്ലാത്തതുകൊണ്ടാട്ടാ ചേട്ടൻ ചോദിക്കണം കേട്ടാ. ഉളുപ്പ് വേണം ചേട്ടാ, ഉളുപ്പ്. കാര്യങ്ങളൊന്നും ഡോണ്ട് ചോദിക്കരുതിട്ടാ. ഞാൻ ഈ അക്കൗണ്ടൊക്കെ സൈബർ സെല്ലിൽ കൊടുത്താലുണ്ടല്ലോ, എന്നിട്ട് ഞാൻ പറയും പിടിയിട്ടാ പിള്ളിയിട്ട് അങ്ങ് പിടിച്ചോണ്ട് വയ്ക്കാമെന്നറിയും. നിങ്ങളെ പിന്നെ കാണാണ്ടാകുമ്പോഴായിരിക്കും നിങ്ങളെ വീട്ടുകാരെ അന്വേഷിക്കുന്നത്. അവരായിരിക്കും എവിടെയെങ്കിലും നാട് വിട്ടിട്ടുണ്ടാവും. ചിലർ വിചാരിക്കും നന്നായി അവനെ ശല്യം തീർന്നു കിട്ടിയല്ലോ എന്ന് വിചാരിക്കും. പിന്നെ തെളിയാത്ത കേസുകളിലൊക്കെ അകത്ത് പോയി കിടക്കുക. പറഞ്ഞില്ല വേണ്ടില്ല കേട്ടാ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും വിചാരിക്കണ്ട. കോണ്ടാക്റ്റൊക്കെ നല്ലോണം ഉണ്ട് കേട്ടാ. ബന്ധുക്കളായിട്ടും പിന്നെ ഫ്രണ്ട്സായിട്ടും പിന്നെ കൂടെ പഠിച്ചവരൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് ചേട്ടാ സൂക്ഷിച്ച് വേണം
കണ്ടും കേട്ടൊക്കെ എനിക്ക് എന്നോട് വന്ന് പറയാനായിട്ട് എപ്പോഴാണ് എനിക്ക് സ്നേഹം കൂടണമെന്ന് അറിയില്ല. അപ്പം ഞാൻ അക്കൗണ്ട് എല്ലാം എടുത്ത് അവർക്കൊക്കെ കൊടുക്കും. വേണമെങ്കിൽ പിടിച്ചിട്ടേക്കും, തെളിയാത്ത ഇത്രയും കേസ് കിടന്ന് ഉമ്മാരെ കൊണ്ട് നാടിനെ ശല്യം പിടിച്ചകത്തിടം പറയും. രണ്ട് കിട്ടുമ്പോൾ എന്തായാലും അവർക്ക് കിട്ടുമ്പോഴേ ഇടി തുടങ്ങും. നല്ല പിന്നെ ഇടി കഴിയുമ്പോൾ കുറച്ചെങ്കിലും നന്നാവുമായിരിക്കും മെസ്സേജ് ഇടാനായിട്ട്. പിന്നെ ചിലർക്ക് മെസ്സേജ് ഇടാനേ അറിയില്ല. അവരോട് പറയാനുള്ളത് കറക്റ്റായിട്ട് എഴുത്തും വായനയും പഠിച്ചിട്ട് വേണം ഒന്ന് ടൈപ്പ് ചെയ്യാനായിട്ട്. നന്നായി ലൈവിൽ വോയിസ് ഇടാൻ പറ്റാത്ത, എങ്കിൽ ഈ അലവലാദികൾ വരുന്ന തെറി വിളിക്കൂലായിരുന്നു. ടൈപ്പ് ചെയ്യുന്നതിനൊരു പരിധിയില്ലേ. ആലോചിക്കുമ്പോൾ ചിരിച്ചു. പിന്നെ നിങ്ങൾ കാരണം എനിക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. ഞാനിതൊക്കെ കേട്ട് ചിരിച്ച് എൻ്റെ ആയുസ് വർദ്ധിക്കും ചേട്ടാ. നിങ്ങൾ ആയുസ് പോവുകയും ചെയ്യും. എന്നാ ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടാ.